കഞ്ചാവ്. ഈ കൊച്ചി നോർത്ത് മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ താഴെ പില്ലർ നമ്പർ 612 അതിൻ്റെ താഴെ ധാരാളം കഞ്ചാവ് ചെടികളുണ്ട്. അപ്പോൾ ഈ കഞ്ചാവ് ചെടിയൊക്കെ വളർത്താൻ പറ്റത്തില്ലല്ലോ, നമുക്ക് പറ്റില്ല. അത് ഉപയോഗിക്കുന്നത് തെറ്റാണ്. വളർത്താനും പറ്റില്ല, ഉപയോഗിക്കാനും പറ്റില്ല. നിയമപ്രകാരം കേസാണ്. NDPC കേസാണ്. അപ്പോൾ കൊച്ചിയിലാണ്. കൊച്ചി നമ്മൾ പൊതുവെ പറയുന്ന ലഹരിയുടെ കേന്ദ്രമാണല്ലോ. ഇപ്പോൾ കഞ്ചാവൊക്കെ ഈ റെയിൽവേ ആകുമ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തതുകൊണ്ട് അവിടെ ധൈര്യമായിട്ടുണ്ട്. മെട്രോ തൂണിൻ്റെ അടിയിൽ എന്താണ് അതിൻ്റെ സംഭവം? ഇപ്പോൾ ഏതാണ്ട് 6 മാസം പ്രായമുള്ള കഞ്ചാവ് ചെടിയാണ് അവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ 6 മാസത്തോളം പ്രായമുണ്ട് അതിൻ്റെ വളർച്ചയ്ക്ക്. ഇപ്പോൾ ആ ഒരു അത്രത്തോളം വലിയൊരു ചെടിയാണ് അവരിപ്പോൾ എക്സൈസ് അവിടെ നിന്നും കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ എക്സൈസിന് ഇപ്പോൾ ഈ മെട്രോ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം നോക്കേണ്ടി വരും. അങ്ങ് ആലുവയിൽ നിന്ന് ഇങ്ങ് തൃപ്പൂണിത്തുറ വരെ മെട്രോ തൂണിൻ്റെ അടിയിൽ ഈ കൃഷി നടക്കുന്നുണ്ടോ എന്ന് ഇനി എക്സൈസ് ബുദ്ധിയുള്ള ആളുകളാണ്. ഇത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്തായത് കൊണ്ടുവന്ന് കിടക്കുന്നത്. ഈ ബുദ്ധിയുള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് 2 സാധ്യതയുണ്ട്. ഒന്ന്, ഈ വലിച്ചിട്ട് ഇതിൻ്റെ അരി താഴെ വീണ് കഴിഞ്ഞാൽ വലിക്കാൻ വേണ്ടി എടുത്തിട്ട് ഇതിൻ്റെ അരി താഴെ വീണാൽ അല്ലാതെ അവിടെ കിടന്ന് കിടക്കും. അങ്ങനൊരു സാധനമുണ്ട്. പിന്നെ ചില ബുദ്ധിമാന്മാർ പിന്നെ ഈ പറയുന്ന പബ്ലിക് പ്ലേസുകളിൽ കൊണ്ടുവന്ന് കാട് മൂടി കിടക്കുന്നിടത്ത് അരിവാരിയിട്ട് വളർത്തി ഒരു 6 മാസം പരുവാകുമ്പോൾ അവന്മാർ ആരും അറിയാതെ വന്ന് രാത്രിയിൽ ഇത് കട്ട് ചെയ്തുകൊണ്ട് പൊക്കളയും. അപ്പോൾ ആർക്കും പ്രശ്നമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ചാലും ഇത് ആരാണ് നട്ടു വളർത്തിയത് എന്ന് അറിയാൻ പറ്റില്ല. കുറേ പിടിക്കപ്പെട്ടിട്ടുണ്ട്. കുറേ കാലം കുറേ ഇത്തരത്തിലുള്ള കേസുകൾ ഒരുപാട് പിടിക്കപ്പെട്ടിട്ടുണ്ട് പബ്ലിക് പ്ലേസിൽ. ഇങ്ങനെ ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് പിടിച്ചത്, ഇത് ആരാണ് നട്ടു വളർത്തിയത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പബ്ലിക് പ്ലേസിൽ ഇത് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുന്ന ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഈ പാലക്കാട് ഏരിയയിൽ നട്ടുപിടിപ്പിച്ചത് പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ വയനാട്, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് നട്ടുപിടിപ്പിച്ച് ഇടുക്കിയിൽ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ ഈ പിന്നെ ഒന്നുകിൽ ഫോറസ്റ്റ് ഏരിയ ആയിരിക്കും, വനം വകുപ്പിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിപ്പം മറ്റേതെങ്കിലും പബ്ലിക് പ്ലേസ് ആയിരിക്കും. ഇങ്ങനെയുള്ളിടത്ത് കൊണ്ടുവന്നില്ല. ഇപ്പോൾ കാട് മൂടി കിടക്കുമ്പോൾ നമുക്കിത് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഈ ചെടിയെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് ഉപയോഗിക്കാത്ത ആൾക്ക് ചെടിയെ മനസ്സിലാകത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പല വേർഷനുണ്ട്. ഇതിലൊന്നാണ് ഭാങ്ക്. ഭാങ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പം നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിലെല്ലാം ഇത് കാണാം. റോഡ് സൈഡിലൊക്കെ ഇതിങ്ങനെ കാണാൻ സാധിക്കും. ഇഷ്ടം പോലെ ഇതിങ്ങനെ. ഇപ്പം നമ്മൾ വിചാരിക്കും കഞ്ചാവ് ചെടിയാണ് എന്ന് മനസ്സിലാക്കുന്നവർ, അറിയാവുന്നവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് കഞ്ചാവാണെന്ന് വിചാരിക്കും. ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമം കഞ്ചാവാണെന്ന് പറഞ്ഞിട്ട് ഈ ഭാങ്കിനെ പിടിച്ച് വാർത്തയാക്കിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ വന്നാൽ റോഡരികിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് കഞ്ചാവ് കാണാമെന്ന് പറയും. ഇത് കഞ്ചാവിൻ്റെ മറ്റൊരു സാധനമാണ്. നെല്ലിയുടെ ഇല പോലെ ഇരിക്കും. ഇത് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഈ പക്കോട എന്ന് പറഞ്ഞ ഒരു പലഹാരമുണ്ട്. പക്കോട. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പലഹാരങ്ങളിലൊക്കെ ഇത് അരച്ച് ചേർത്ത് കഴിക്കുവരും. കഞ്ചാവിന്റെ വേറൊരു സാധനം തന്നെ ഇത്. കഞ്ചാവിന്റെ ഒരു വേർഷൻ തന്നെ ഈ സാധനം. ഈ പക്കോട എന്ന് പറയുന്നൊരു പലഹാരമുണ്ട്. ഈ പലഹാരത്തിലൊക്കെ അരച്ച് ചേർത്ത് ഇവർ കഴിക്കും. പിന്നെ പാലിലൊക്കെ അരച്ച് ചേർത്ത് കഴിക്കാറുണ്ട്. പാലിലൊക്കെ അരച്ച് ചേർത്ത് കുടിക്കാറുണ്ട്. അതുപോലെ ഈ ഹോളി ദിവസമൊക്കെ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇവരുടെ ഈ സിഖുകാരുടെ ഒരു ഉത്സവമുണ്ട്. അത് വൈശാഖി മഹോത്സവം. അന്നിത് വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ഇത് നിയന്ത്രിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം നിയന്ത്രിച്ചിട്ട്, ഇത് ലഹരിയാണ്, ഉപയോഗം നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ രാജസ്ഥാനിലൊക്കെ ആണെങ്കിൽ അവിടെ ഗവൺമെൻറ് തന്നെ ഇത് കടയിൽ നടത്തുന്നുണ്ട്, കച്ചവടമുണ്ട്. ഗവൺമെൻറ് തന്നെ അവിടെ കച്ചവടമുണ്ട്. നമുക്കൊരു 15 രൂപ മുതൽ 60 രൂപ വരെ നിരക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി കഴിക്കാൻ പറ്റും. ഇതൊരു മറ്റൊരു ലഹരിയാണ്. ഇത് ഏതാണ്ട് BC 1000 മുതൽ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നാണ് കരുതപ്പെടുന്നത്, ഈ ഭാങ്ക്. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് വരാം. കൊച്ചി ഇതിപ്പോൾ വലിയ കുഴപ്പത്തിലാവും. എക്സൈസ് വലിയ കുഴപ്പത്തിലാവും. കാര്യം എക്സൈസിന്റെ മൂക്കിന്റെ താഴെയാണ് ഈ സംഭവം. എക്സൈസ് ജോയിന്റ് കമ്മീഷണർ ഓഫീസിൽ നിന്നും ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് വരാൻ അധിക ദൂരമില്ല. ജോയിന്റ് കമ്മീഷണർ ഇരിക്കുന്ന ഓഫീസിന്റെ തൊട്ടടുത്താണ് ഈ സംഭവം കഞ്ചാവ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എക്സൈസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെട്രോ തൂണിൻ്റെ ഇടയിൽ മൊത്തം പരിശോധിക്കേണ്ടി വരും. മെട്രോ തൂണിൻ്റെ ഇടയിലൊക്കെ ചിലയിടങ്ങളിലൊക്കെ നമ്മൾ ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ ഇതെല്ലാം കൂടെ പടർന്നു പിടിച്ച് ഇത് കാടേതാ ചെടി ഏതാ ഒന്നും മനസ്സിലാകാതെ കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയിലെല്ലാം പോയി കഞ്ചാവ് വെപ്പേണ്ടി വരും എക്സൈസ്. ഇതിപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരോ വിളിച്ച് പറഞ്ഞു കൊടുത്തിയാണ് ഈ പറയുന്ന മെട്രോ തൂണിൻ്റെ താഴെ കഞ്ചാവ് നിൽക്കുന്നു എന്ന്. അപ്പോൾ എക്സൈസിന് എനിക്കിതിൻ്റെ ദൃശ്യം കണ്ടപ്പോൾ കഞ്ചാവാണെന്ന് ആണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കഞ്ചാവാണ്
പിന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ അത് കൃഷി ചെയ്തു, അല്ലെങ്കിൽ ഇത് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ വലിയൊരു വേറൊരു കഥയുണ്ട്. പത്തനംതിട്ടയിൽ ഒരു വൃദ്ധരായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പിന്നെ വീട് വാടകയ്ക്ക് കൊടുത്തു. വീട് വാടകയ്ക്ക് കൊടുത്തു. അപ്പോൾ 2 3 ഒറീസക്കാർക്കാണ് ഈ വീട് വാടകയ്ക്ക് കൊടുത്തത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഈ വൃദ്ധനായ മനുഷ്യനോട് പറഞ്ഞു, ഈ ഞങ്ങൾ നട്ടേക്കുന്ന ചെടിയൊക്കെ നോക്കിക്കോണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ നാട്ടിൽ പോയിരിക്കല്ലേ, അദ്ദേഹം എല്ലാ ദിവസവും വരുമ്പോൾ ഇവർ വെള്ളം ഒഴിക്കുന്നുണ്ട്, ഇതിനെ പരിപാലിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഇത് പോവുകയും ചെയ്യുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ, പിന്നെ ഈ വീട്ടുടമസ്ഥൻ ഡെയിലി വന്ന് ഇതിന് വെള്ളം ഒഴിക്കുക, പിന്നെ ചാണകപ്പൊടിയൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനിടയിൽ ആരോ ഒരു ബിരുദൻ പയ്യൻ ഇവിടെ വന്നപ്പോൾ ഇതിങ്ങനെ ഇവിടെ നിൽക്കുന്നു. അവൻ ഇത് വിളിച്ച് എക്സൈസിൽ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അവസാനം എക്സൈസ് വന്ന് ഈ മനുഷ്യനെ പിടിച്ചു. ഇദ്ദേഹത്തെ പിടിച്ചു, ഈ വൃത്തനായ മനുഷ്യനെ പിടിച്ചു. അപ്പോൾ അദ്ദേഹം അന്നേരമാണ് അറിയുന്നത് കഞ്ചാവാണെന്ന്. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൃഷി ഈ ബിരുദന്മാർ പിന്നെ വന്നതുമില്ല. ഇവന്മാർ അറിഞ്ഞിട്ട് പിന്നെ അവന്മാരൊട്ട് വന്നതുമില്ല. ഇത് ഞാൻ പത്തനംതിട്ടയിൽ ഇരിക്കുന്ന സമയത്തുണ്ടായ ഒരു സംഭവമാണ്. ഇത് വളരെ രസകരമായിട്ട് തോന്നിയൊരു സംഭവമാണ്. രസകരം എന്ന് മാത്രമല്ല, പക്ഷെ അദ്ദേഹം അനുഭവിച്ചൊരു ആത്മസംഘർഷം വളരെ വലുതായിരിക്കും. താൻ ഇത്രയും കാലം ചെയ്തത് കഞ്ചാവിന് കൃഷി വളവിടുമായിരുന്നല്ലോ എന്ന് വിചാരിച്ചത്. അത് ഞാനത് കഴിഞ്ഞിട്ട് പിന്നീട് കുറെ കാലം കഴിഞ്ഞ ഒരു സിനിമ വന്നു, മുകേഷ് പള്ളിയിലച്ചനായിട്ട് അഭിനയിച്ചൊരു സിനിമ. അദ്ദേഹം ഒരു ഹോസ്റ്റൽ റൂമിലെത്തി ഒരു അടികപ്പിയാരെ കൂട്ടമണിയില്ല. അപ്പൊ ഞാൻ ഈ രംഗം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ സിനിമക്കാർ പലതും ഈ വാർത്തകളിൽ നിന്ന് പല രംഗങ്ങളും ക്യാച്ച് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, അടിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു. ഇത് വലിയ ദൂഷ്യം ചെയ്യും. ഇതിപ്പോൾ ഇതിൻ്റെ വലിയ ഉപയോഗം തുടങ്ങുന്നത് നമ്മുടെ പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ബാറുകൾ കൂട്ടത്തോടെ നിർത്തലാക്കി. അപ്പോഴാണ് ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ആ തലമുറ മനസ്സിലാക്കി തുടങ്ങിയത്. അതായത് ബാറുകൾ പൂട്ടിയപ്പോൾ ഈ മദ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞു. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ലഹരി വേണം. അപ്പോൾ ലഹരി തേടി ഇറങ്ങിയവർ ഭൂരിഭാഗം പേരും എത്തിച്ചേർന്നത് ഈ കഞ്ചാവിലേക്കാണ്. കഞ്ചാവിൽ എത്തിച്ചേർന്നപ്പോൾ ഇവർക്ക് മനസ്സിലാക്കിയ ഒരു സാധനമാണ് പിന്നെ എന്താണ്, ഇതിൻ്റെ ഉപയോഗം വളരെ ചെലവ് കുറവാണ്, മദ്യത്തിൻ്റെ അത്ര ചെലവില്ല, പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല, പിന്നെ ഒരു മാനസിക ഉല്ലാസം കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇതായിട്ട് ഇതിൻ്റെ കൂടെ കൂടി ഇതിൻ്റെ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഇതിൻ്റെ ലഹരി പോരാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ പല ഉൽപ്പന്നങ്ങൾ ഇതിൻ്റെ ഉണ്ട്. ഈ കഞ്ചാവ് വാറ്റിയെടുക്കുന്ന സാധനമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് തീവ്രത പോരാന്ന് മനസ്സിലാക്കുമ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ MDMA-യിലൊക്കെ കടന്നു കളയും. ഇതിൻ്റെ തീവ്രത പോരാ എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ രാസലഹരിയിലേക്ക് കടക്കും. അത് വളരെയധികം ദൂഷ്യം ചെയ്യും. ഈ കഞ്ചാവിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്ക് എന്താ പറയുക, അയാളൊരു മായിക ലോകത്തായി പോകും. ഈ കാണുന്ന ഭൂമിയൊന്നും അയാൾക്ക് എന്താ പറയുക, ഈ കാണുന്ന ഭൂമിയിലെ ഒരു പ്രശ്നവും അയാളെ ബാധിക്കില്ല. അയാൾക്ക് പൂർണ്ണമായും അയാൾക്ക് തോന്നും ഇതെല്ലാം ചുറ്റുമുള്ളതെല്ലാം സന്തോഷമായിട്ട് ഒരു സങ്കല്പ ലോകത്താണ്. ഒരു മരണ വീട്ടിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പുള്ളിയിരുന്ന് ചിരിച്ചു കളയും. മരണ വീട്ടിലൊക്കെ ചെന്നാലും മറ്റുള്ളവരൊക്കെ കരയുന്ന കണ്ടു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ചിലപ്പോൾ ചിരിക്കാൻ തോന്നിയെന്ന് വരില്ല. അത്തരത്തിലുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മനുഷ്യനെ, നമ്മുടെ മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റി കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഈ സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അവരുടെ ജീവിതവും പിന്നെ വളരെ വ്യത്യസ്തമാണ്. ചിലർ ഇത് വളരെ ഈ കുളിച്ചിട്ട് വളരെ വൃത്തിയോടുകൂടിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ, മുഷിഞ്ഞ വസ്ത്രത്തോട് അതോടുകൂടി അങ്ങനെയാണ് നടക്കേണ്ടത്. സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും. ഇത് വളരെ വലിയ അപകടമാണ്. ഈ സാധനം വലിയ അപകടം വരുത്തി വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സമയത്തൊരു വാർത്ത ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഈ പുളിയില്ലേ, പുളിക്കകത്ത് ചാക്കുകെട്ടിൽ കൊണ്ടുവന്ന പുളിക്കകത്ത് ഒളിപ്പിച്ച് പുളിയുടെ അകത്ത് കയറ്റി വെച്ച് കൊണ്ടുവന്നു. വലിയ ചാക്കുകെട്ടുകൾ നിറയെ പുളി, അതിൻ്റെ അകത്ത് മുകളിൽ പുളി, അതിൻ്റെ അടിയിൽ അതിൻ്റെ നടുക്ക് ഭാഗം മുഴുവൻ കഞ്ചാവ്. ഈ രീതിയിൽ കൊണ്ടുവന്നിട്ട് ഇത് ഇവിടെ വലിയ തോതിൽ കച്ചവടം ചെയ്തു. ഇത് ഒരു പൊതി മേടിക്കണമെങ്കിൽ 500 രൂപയാണ്. ഏജന്റുമാരുമുണ്ട്. ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ചാവിനൊപ്പം തന്നെ ഇവർ പുകയില നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് വച്ചയൊക്കെ വാരിയിട്ട് കൊടുക്കും കച്ചവടത്തിന് ലാഭം കിട്ടാൻ വേണ്ടി. അപ്പൊ ഈ വിൽക്കുന്നവന് ഇത് ലാഭം കിട്ടണം. വിൽക്കുന്നവൻ ഇത് ഉപയോഗിക്കുന്നവൻ കൂടിയായിരിക്കും.
കാര്യം അവന് ഉപയോഗിക്കാൻ ഇത് വാങ്ങാൻ പണമില്ലാതാകുമ്പോഴാണ് അവൻ ഇതിന്റെ കാരിയറായിട്ട് മാറുന്നത്. അപ്പൊ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവൻ ഉപയോഗിക്കാനുള്ളത് എടുത്തിട്ട് ഇതിൽ കമ്മ്യൂണിസ്റ്റ് വെച്ച വാരിയിടും, എന്നിട്ട് ഇത് പൊതിഞ്ഞു കൊടുക്കും. വ്യാജൻ. അവിടെയും തട്ടിപ്പ്, അവിടെയും തട്ടിപ്പ്, കഞ്ചാവിലും തട്ടിപ്പ്. കാര്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേസ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ടിപ്പ് ചോദ്യം ചെയ്ത് അടികടന്നപ്പോഴാണ് ഇത് എക്സൈസ് പിടിച്ചത്. എക്സൈസ് പിടിച്ചപ്പോഴത്തേക്ക് രണ്ട് കൂട്ടർ തമ്മിൽ നടക്കുന്ന തല്ലിന് കാരണം എന്താ മറ്റവൻ പറയും, ഇതിൻ്റെ ഇടയിൽ അവൻ പറഞ്ഞു ഞാൻ ഉപഭോക്തൃ കോടതിയിൽ പോകുന്നു. ഇതൊന്ന് പറ്റിച്ചേന് അവൻ വലിച്ച് കിളി പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഒരു സമയത്തിൻ്റെ വലിയൊരു അപകടം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇവിടുത്തെ സ്കൂളിൽ റെയ്ഡ് നടത്തി എക്സൈസ് റെയ്ഡ് നടത്തിയപ്പോൾ ഇവിടുത്തെ ഒരു ഗേൾസ് സ്കൂളിൽ നിന്നും കഞ്ചാവ് പിടിച്ചു കുട്ടികളിൽ നിന്ന്. ഓപ്പറേഷൻ ഉണർവായിരുന്നു. എക്സൈസിൻ്റെ ഉണർവ് നടത്തി ഇവിടെ സിറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്കൂളിൽ നിന്ന് എക്സൈസിൻ്റെ വനിതാ ഉദ്യോഗസ്ഥർ കയറി കുട്ടികളെ, സംശയിക്കപ്പെടുന്ന കുട്ടികളെ അവർ അതിനു മുമ്പ് തന്നെ അവർ ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ട് ഈ കുട്ടികളെ പരിശോധിച്ചപ്പോൾ ഈ കുട്ടികളുടെ ശരീരത്തിൽ നിന്നും കഞ്ചാവ് കിട്ടി. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. നമുക്കാണെങ്കിൽ ആ വാർത്ത ആ സ്കൂളാണെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. ആ സ്കൂളാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന സ്കൂള് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇന്ന കുട്ടി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ വാർത്ത കൊടുക്കും, വിഷ്വൽ പോലും കാണിക്കാൻ പറ്റത്തില്ല. ആ സ്കൂളിലെ യൂണിഫോമിന്റെ ബ്ലർ ചെയ്ത് കാണിച്ചാൽ പോലും. കൊല്ലത്തൊരു സ്കൂളിൽ ഇതുപോലല്ലേ 6ാം ക്ലാസ്സുകാരി മറ്റേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, പെൺകുട്ടിയാ. അവള് ബാത്റൂം, ഇവള് 6ാം ക്ലാസ്സുകാരി ടോയ്ലറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് 10ാം ക്ലാസ്സുകാരി വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവള് ടീച്ചറിൻ്റെ അടുത്ത് പറയുമെന്ന് പറഞ്ഞപ്പോൾ 6ാം ക്ലാസ്സുകാരുടെ മൂക്കിടിച്ച് ഓട്ടിച്ച് 10ാം ക്ലാസ്സുകാരി. അങ്ങനെ അത് വലിയ വിഷയമായി. പക്ഷെ നമ്മളിപ്പോഴും ഈ പറഞ്ഞതുപോലെ സ്കൂളിന്റെ പേരും ബ്ലർ ചെയ്തുപോലെ യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ ഏത് സ്കൂളാണെന്ന് പെട്ടെന്ന്. ഇപ്പോൾ ഓരോ സ്കൂളുകൾക്ക് ഓരോ തരത്തിലുള്ള യൂണിഫോം വളരെ കൃത്യമായതുകൊണ്ട് നമുക്ക് ബ്ലർ ചെയ്തുപോലെ ഈ കുട്ടികളെ കാണിക്കാൻ പറ്റില്ല. ഇത് കൊടുക്കുന്നത് ഈ കുട്ടികളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ലഹരി മാഫിയ ഈ സ്കൂളിന് ചുറ്റുമുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. മാത്രമല്ല ഈ ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ഈ കുട്ടികളെ കൊണ്ടുപോകാൻ പ്രത്യേകമായിട്ടുള്ള റൂമുകൾ വരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം പിന്നെ ഇവിടുന്നൊരു എനിക്ക് തോന്നുന്നു ഇവിടെ വന്നാണ്, കരുനാഗപ്പള്ളി വന്നാണ് തോന്നുന്നു പിടിച്ചത്. ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ഒരു സ്കൂൾ കുട്ടിയെ അവിടെ പോയി ആ കുട്ടിയുടെ സ്ഥലത്ത് പോയി പീഡിപ്പിച്ചിട്ട് നാട്ടി വന്നു. അപ്പോൾ ആ കേസ് ഇപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ ആ കേസിൻ്റെ അടിസ്ഥാനം ഈ കുട്ടി ആ ചൂഷണത്തിന് കാരണമാകാനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കഞ്ചാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി ഇതിന് അനുവാദം കൊടുത്തത്. അത് ഇങ്ങനെയൊക്കെ എന്താ പറയുക ഇങ്ങനെയുള്ള സ്കോഡുകൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും കൊച്ചി എക്സൈസിന് മെട്രോ തൂണുകൾ അരിച്ചു പറക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. ഒരു കാരണവശാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഒരു കാരണവശാലും മാനസികാരോഗ്യം തകർക്കും, മാനസിക വിഭ്രാന്തി ഉണ്ടാക്കിക്കളയും. മാനസിക വിഭ്രാന്തി ഉണ്ടാവും. ഈ ഉപയോഗിക്കുന്ന ആൾ കുറച്ചു കാലത്തിന് ശേഷം എന്താ പറയാ, ഈ പറയുന്ന നമ്മുടെ ഈ ലോകം തന്നെ വിട്ടുപോയി കളയും. ലോകം തന്നെ വിട്ടുപോകും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. ഇത് വലിയൊരു എന്താ പറയാ സാമൂഹിക വിപത്തായി ഇത് മാറും. അതിനെ തടഞ്ഞേ മതിയാകും. ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.